This video is powered by Oxygen, the digital expert. Hello everybody, welcome to Oxygen Presents Pearly Money Show. Pearly Money Show. നമ്മളെല്ലാം ഒരു കാഴ്ചപ്പാടിലാണ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കാഴ്ചപ്പാട് പോലെയല്ല മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് അല്ലേ? ഇപ്പം നിങ്ങളൊരു സിനിമ കാണുകയാണെങ്കിൽ അതൊരാളുടെ കാഴ്ചപ്പാടാണ്. രണ്ടുപേര് ടു ബി പ്രിസൈസ്, ഒരു ഡയറക്ടർ ആൻഡ് ആരുടെ കണ്ണിലൂടെയാണ് നിങ്ങൾ കാണുന്നത്? ഒരു DOP ഇസ് ദ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ഇൻ എ മൂവി. ഇന്ന് നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രേമം, നേരം, ഹെലൻ, ആനന്ദം, ഇപ്പൊ ഭീഷ്മ പർവം, പൂക്കാലം, ഇതിലൊക്കെ എത്തി നിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ DOP ആണ്. അദ്ദേഹത്തിനെയാണ് നമ്മൾ ഇന്ന് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരിക്കുന്നത്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് ആനന്ദ് C. ചന്ദ്രൻ ഓൺ ടു അവർ ഷോ. Anand C. Chandran, an Indian cinematographer who creates magic on screen. Neram, Premam, Anandam, Bhishma Parvam, some of his popular works that received worldwide recognition. With his keen eye for detail and passion for visual storytelling. And we are honored to have him on today's episode of Pearly Money Show. So let's welcome Anand C. Chandran. ചായ കുടിച്ചോ? യെസ്, താങ്ക് യു. കോഫി കുടിച്ചോ? ബിക്കോസ് ഇനി കുടിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലോ? ചിയേഴ്സ്. ചിയേഴ്സ്. തുടങ്ങിയാലോ? യെസ് പ്ലീസ്. എനിക്ക് സത്യം പറയാലോ, ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും എല്ലാം കൂടിയിട്ട് ഈ അടിച്ചു പോവാന്ന് പറയില്ലേ, അവസ്ഥയിലിരിക്കുകയാണ്. അത് ചിലപ്പോൾ നമ്മൾ വിശന്നിരിക്കുമ്പോൾ, ഫുഡ് കിട്ടാണ്ടിരിക്കുമ്പോൾ കുറേ നേരം വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ആ വിശപ്പ് അങ്ങോട്ട് പോകുമെന്ന് പറയുന്നവരെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇന്നലെ തൊട്ട്. അതിന്റെ കാരണം എന്താ വെച്ചാൽ, ആനന്ദ് വീവ് നോൺ ഈച്ച് അതർ ഫോർ സോ ലോങ് അല്ലേ? ലൈക്ക് 12th സ്റ്റാൻഡേർഡ് 11th സ്റ്റാൻഡേർഡിലൊക്കെ ഞാൻ പഠിക്കുമ്പോൾ ഇവരന്ന് ഞങ്ങൾ രാജഗിരിയില് ഞങ്ങള് സ്കൂൾ മേറ്റ്സ് ആണ്, വാൻമേറ്റ്സ്, സൗപർണിക വാൻമേറ്റ്സ് ആണ്. അപ്പൊ എന്റെ പണി എന്ന് വെച്ചാല് എപ്പോഴും എനിക്ക് വിൻഡോ സീറ്റ് വേണം, ഇവർക്കും അതേ വിൻഡോ സീറ്റ് വേണം. സമ്മതിക്കാറില്ല. ഓ പിന്നെ എന്നിട്ട് ഞാൻ എപ്പോഴും നേരത്തെ വരും, നേരത്തെ വന്നിട്ട് ഇരിക്കും. അപ്പം നീ ഉണ്ട്, തവളയുണ്ട്. അവൻ എവിടെ ഇപ്പോ? സോ അവനും ഇവനും വരും, രണ്ടുപേരും അടിയും പിച്ചും, എന്റെ കയ്യിൽ ഇങ്ങനെ പിച്ചും. അപ്പൊ എന്നിട്ട് ഞാൻ മാറൂല, ആ പെർസീവിയറൻസ് ഞാൻ തിരിച്ചടിക്കും. എന്നിട്ട് ഞാൻ ഒന്ന് ഇറങ്ങാനായിട്ടോ ബാഗ് വെക്കില്ല. നമ്മള് ആ സമയത്തിൽ ചിലപ്പോൾ ഒരു കയറിയിരിക്കും. അവന് ഭയങ്കര ഒരു രസകരമായ ഒരു ഫൺ ഫൈറ്റ് ഒക്കെ നടക്കും. ആൻഡ് വീവ് നോൺ ഈച്ച് അതർ ഫോർ സോ ലോങ്. ആനന്ദിന്റെ സ്റ്റോപ്പ് എത്തുന്ന സമയത്ത് നമ്മൾ പിള്ളേരൊക്കെ എത്തി നോക്കും. ബിക്കോസ് നമ്മുടെ വിചാരം ആനന്ദന്റെ വീട്ടിൽ മമ്മൂട്ടി, മോഹൻലാല് ആരെങ്കിലൊക്കെ ഉണ്ടാവും. ബിക്കോസ് ആനന്ദന്റെ ഫാദർ വാസ് ഓൾവേസ് അന്നും ഒരു ക്യാമറ ഫീൽഡിലാണ്, ജേർണലിസ്റ്റ് ആണ്. ഞങ്ങളുടെ മനസ്സിൽ സിനിമാക്കാരനാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു റൂമർ. അപ്പൊ നമ്മൾ പിള്ളേർ അങ്ങനെയാണല്ലോ പറയൂ, സിനിമാക്കാരുടെ വീടാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ആനന്ദിന്റെ വീട്ടിൽ നോക്കും, മമ്മൂട്ടിനെ കാണൂ, മോഹൻലാൽ, ആനന്ദ് ഇറങ്ങി പോകുമ്പോ ഞങ്ങൾ അങ്ങനെ നോക്കും. സോ ഐ തിങ്ക് യു ഓൾവേസ് ഹാഡ് ഒരു മൂവി, ഒരു ബാക്ക്ഗ്രൗണ്ട്, മീഡിയ ബാക്ക്ഗ്രൗണ്ട്. മീഡിയ ബാക്ക്ഗ്രൗണ്ട്, നോട്ട് എക്സാക്ട്ലി മൂവീസ്. മൂവി ആയിട്ടൊന്നും ബന്ധം ഞാൻ അങ്ങനെ. How did you come into movies? സ്കൂളില് ഐ തിങ്ക് 7th or 8th, അപ്പോൾ ആ ടൈമിൽ ഐ ഗോട്ട് ഇൻട്രൊഡ്യൂസ് ടു ഒരു വേൾഡ് സിനിമയുടെ 3-4 പടങ്ങൾ കണ്ടു. ഐ തിങ്ക് യു റിമെമ്പർ നമ്മുടെ സ്കൂളിൽ നടത്തിയ ഒരു ക്യാമ്പിൻ്റെ ഇതില്. അപ്പം ആക്ച്വലി ഐ വാസ്, അങ്ങനെയാണ് ഒരു ഇൻട്രസ്റ്റ് വന്നത്. ദർ ആർ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഒരു പുതിയ പടങ്ങളും ഫോറിൻ ലാംഗ്വേജ് മൂവീസൊക്കെ കണ്ടു തുടങ്ങി. അപ്പം ഐ തോട്ട് ഓക്കെ ഐ ഷുഡ്. കൊള്ളാലോ, യു ഹാവ് ദാറ്റ് ഫ്ലെയർ. അന്ന് സിനിമയിൽ അഭിനയിക്കണം എന്നായിരുന്നു അതോ? ഇല്ല, ഐ യൂസ്ഡ് ടു ഡു തിയേറ്ററിൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അഭിനയമാണോ ഒന്നും ഡിഡ്ന്റ് ഫിഗർ ഔട്ട്. ലൈക്ക് വി ലൈക്ക് വാച്ചിങ് മൂവീസ്, എന്തെങ്കിലും ചെയ്യണം ഫിലിം മേക്കിംഗ് ആയിട്ട് എന്നൊക്കെ ഉള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. പാരലലി ഐ സ്റ്റാർട്ടഡ് ഫോട്ടോഗ്രാഫി ഓൾസോ. സോ ബൈ 10th ആൻഡ് ഓൾ ഫോൺ ക്യാമറാസ് അന്ന് ഭയങ്കര ട്രെൻഡായിരുന്നു. അപ്പം ഇറങ്ങിയ സമയമൊക്കെ അല്ലായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് കുറേ ഷൂട്ട് ചെയ്ത് പിന്നെ ഒരു DSLR വാങ്ങിച്ചു. അങ്ങനെ ഫോട്ടോഗ്രാഫി വാസ് ദ ഫസ്റ്റ് തിങ് വിച്ച് ഐ വാസ് സീരിയസ്ലി ഡൂയിങ്. എന്നിട്ട് അതിൽ നിന്ന് പിന്നെ ഗ്രാജുവേറ്റ് ചെയ്ത ഫിലിം മേക്കിംഗിലേക്ക്. ആൻഡ് ഹൗ ഡിഡ് യു എൻഡ് അപ്പ് ഇൻ ചെന്നൈ? ഇപ്പൊ ചെന്നൈയിലാണ് ആനന്ദ് പഠിച്ചതും സിനിമാറ്റോഗ്രഫി പഠിച്ചതും. ആൻഡ് ഹൗ ഡിഡ് യു മീറ്റ്
അൽഫോൺസ്. We were neighbors actually. അൽഫോൺസിന്റെ സിസ്റ്റർ എന്റെ ട്യൂഷൻ ക്ലാസ്സിലായിരുന്നു, that's how we- അക്കൗണ്ട്സ് ക്ലാസ്സിൽ. yeah. ഞങ്ങൾ എപ്പോഴും പൊട്ടുന്ന ടീംസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ട്യൂഷൻ വേണ്ടി വന്നു. ആ ക്ലാസ്സിൽ അൽഫോൺസിന്റെ അമ്മ പിക്ക് ചെയ്യാൻ വരും. അൽഫോൺസിന്റെ മോം ഷീ ഹാഡ് എ ബ്യൂട്ടി പാർലർ ബാക്ക് ദെൻ. ബട്ട് അൽഫോൺസ് ആയിട്ട് നമ്മളൊരു കമ്പനി ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നെഞ്ചോട് ചേർത്ത് റിലീസ് ചെയ്യുമ്പം he shared it with me and he said, "Pearly, ഇത് കണ്ടിട്ട് അഭിപ്രായം പറയണേ" എന്ന് പറഞ്ഞു. ആ ഒരു പറച്ചിൽ നിന്ന് കഴിഞ്ഞതാ, പിന്നെ അങ്ങോട്ട് പോയി. അപ്പം how did you meet Alphonse and your relationship with him? So Manu, he is Alphonse's cousin. Yeah. So when I wanted to, I told him like എന്തെങ്കിലും ചെയ്യണം, want to learn എന്നൊക്കെ പറയുന്ന സമയത്ത് he introduced me to Alphonse. So Alphonse was studying and assisting and all. So he knows someone in the industry എന്നുള്ള രീതിയിൽ. Then I met him and he was my neighbor also. Okay. പിന്നെ we were like together. പിന്നെ നിങ്ങളൊരു ടീമായി ശരിക്കും. I don't think Alphonse ഏതെങ്കിലും ഒരു സിനിമ ചെയ്യുമ്പോൾ he doesn't think of anybody else. ആനന്ദ് ഇല്ലാണ്ട് ചെയ്യൂല എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. നേരം വരുമ്പോൾ നമുക്കറിയാം ഇതുപോലത്തെ ഒരു സിനിമാറ്റോഗ്രഫി നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. വി ഹാവ് നോട്ട് സീൻ അങ്ങനത്തെ ഒരു ജോണർ, പുതിയൊരു സ്റ്റൈൽ ഓഫ് സിനിമാറ്റോഗ്രഫി യു ഗോട്ട് ഇറ്റ്. പ്രേമത്തിലും അതേപോലെ ഒരു ഹാൻഡ് ഹെൽഡ് ഷോട്ടിന്റെ ഒരു ഭംഗി, എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഷോട്ട്സുകളും. ആൻഡ് ഇതേപോലെ തന്നെയാണ് എല്ലാ സിനിമയും. ആനന്ദമാവട്ടെ, ഹെലൻ ആവട്ടെ, ഭീഷ്മയാവട്ടെ, എല്ലാ സിനിമയിലും ഒരു സ്റ്റൈലാണ് ആനന്ദ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇസ് ഇറ്റ് എ കോൺഷ്യസ് എഫേർട്ട്, അതോ ഡയറക്ടർ ചോദിക്കുന്ന ഒരു ഡിമാൻഡാണോ, അതോ ഇസ് ഇറ്റ് യുവർ ഇൻപുട്ട്? ഇല്ല, അങ്ങനെ കോൺഷ്യസ് എഫേർട്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല. ബട്ട് വാട്ട് ഡയറക്ടേഴ്സ് വിഷൻ, ഇപ്പം അൽഫോൻസിന്റെ നേരം ഷൂട്ട് ചെയ്ത രീതിക്കല്ല പ്രേമം ഷൂട്ട് ചെയ്ത്, അത് ഷൂട്ട് ചെയ്ത രീതിക്കല്ല ഗോൾഡ് ഷൂട്ട് ചെയ്ത്. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ഡിഫറൻസ് വിച്ച് ഇസ് making my work different. അങ്ങനെ ഈവൻ വിത്ത് ഗണേഷ്, അമലേട്ടൻ, they all have their own vision towards അവർ അപ്രോച്ച് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റും സ്റ്റോറിയൊക്കെ ആയിട്ട്. അതിനോട് നമ്മൾ അടുത്ത് നിൽക്കുമ്പം വിൽ കം ഔട്ട് ഓഫ് അവർ കംഫർട്ടബിൾ സോൺ ആൻഡ് വാട്ട് വി നോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന കാര്യങ്ങളിൽ മാത്രം കുറച്ച് സ്റ്റക്കായി പോകാൻ സാധ്യതയുണ്ട്. സോ I think the credit goes to them. To the director. You're giving the credit to the director. But definitely for us as a DOP, ഇപ്പൊ ചെയ്ത സിനിമകളൊക്കെ യുണീക്ക് ആയിട്ട് ചെയ്ത ഒരാളെന്ന രീതിയിൽ ഐ തിങ്ക് യു ആർ ഓൾസോ മേക്കിംഗ് ഓൾ ഓഫ് us പ്രൗഡ്. ആനന്ദ് ആണ് ഇന്ന് എപ്പിസോഡിൽ വരുന്നതെന്ന് അറിയുമ്പോൾ ഞങ്ങളുടെ ടീമിലുള്ള പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് ദേ ഓൾ അഡ്മയർ യു. അവരാണ് എനിക്ക് പറഞ്ഞിരുന്നത് അതിനെക്കുറിച്ച് ചോദിക്കണം കേട്ടോ. ചേച്ചി, ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് വിത്ത് മമ്മൂക്കനെ പോലെ ഒരു ലെജൻഡറി ആക്ടർ? ഭയങ്കര അമേസിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ത്രൂ ഔട്ട് ദ ഫിലിം. വിത്ത് അമലേട്ടൻ ആൻഡ് മമ്മൂക്ക, ബോത്ത് ഓഫ് ദം ആർ ലൈക്ക് ഫിലിം മേക്കിങ്ങിന്റെ പല നമ്മുടെ പെർസ്പെക്റ്റീവ്സും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും നമുക്ക് ലേൺ ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തരുന്ന രണ്ടുപേരാണ്. അതെ, ഒരു എന്താ പറയാ, നമ്മളൊരു ഫിലിം കോഴ്സ് ചെയ്ത് പുറത്തിറങ്ങിയ പോലെ പഠിച്ചിറങ്ങിയ. ആൻഡ് ബോൾട്ട്, അമലേട്ടൻ ഈസ് ഫെമിലിയർ വിത്ത് ബോൾട്ട് ബിക്കോസ് ട്രാൻസ് ആണ് തോന്നുന്നു ഫസ്റ്റ് പടം. കറക്റ്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അമലേട്ടൻ ഈസ് ഫെമിലിയർ. സോ വൈൽ പ്ലാനിങ് ദ സബ്ജക്ട് അപ്പൊ തന്നെ അമലേട്ടൻ പറഞ്ഞു നമുക്ക് ബോൾട്ട് വെച്ചിട്ട് എന്തെങ്കിലും. ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നത് was it you or did it have somebody else? So this will have a operator. So what he does is അത് പ്രോഗ്രാം ചെയ്യും. ഇറ്റ് ഈസ് എ ആം, പല ആക്സസിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ആമാണ്. ആ ആം നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്യും ഹൗ ടു മൂവ് എന്നുള്ളത്. സോ വെൻ വി ഡിസൈഡ് എ മൂവ്മെന്റ്, ആ പ്രോഗ്രാം അനുസരിച്ചിട്ട് ആ ആം മൂവ് ചെയ്യും. ആൻഡ് ദാറ്റ് ക്യാൻ ഗോ ലൈക്ക് ഒരു ലെസ് ദൻ എ സെക്കൻഡ്, ഒരു സെക്കൻഡ്, ആ ഒരു സ്പീഡിൽ നമുക്ക് അതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. സോ വിത്ത് എ സ്ലോ മോഷൻ ക്യാമറ, ദാറ്റ്സ് ഹൗ ദ. അത് എത്ര ടേക്ക് വേണ്ടി വന്നു? ഇല്ല, അത് അങ്ങനെ നമ്മളൊരു റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് ടേക്ക്, തേർഡ് ടേക്കിലൊക്കെ തന്നെ. അതാണ് ആ BTSൽ കാണുന്ന ഒരു യൂഫോറിയ മൊമെന്റ്. Everybody is happy, clapping. How was it? So difficult to get the timing right. No, you have to come in the correct position, correct focus mark. മമ്മൂക്കനെ പോലെ ഒരാൾ അത് ചെയ്യാന്ന് പറയുമ്പോൾ it's a big deal. I think only he can do it. അദ്ദേഹത്തിന് എന്തൊക്കെ ഡിഫറൻസ് വരുന്നുണ്ടാവും അല്ലേ? അന്നത്തെ ക്യാമറ തൊട്ട് ഇന്നത്തെ ലേറ്റസ്റ്റ് ക്യാമറ വരെ he is also Sir is also very excited ആ കാര്യത്തിലൊക്കെ. He is ready to try and he is ready to take that kind of effort and push the whole thing. അതൊക്കെ ഭയങ്കര. What is one thing you learned from Mammootka? Like if I could ask you anything life related ആവാം, one quality that you so much, ഭയങ്കര ഇൻസ്പയർ ചെയ്ത ഒരു. സാറിന്റെ ഡിസിപ്ലിനും ഡെഡിക്കേഷനും ഒക്കെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റില്ല. ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റില്ല. Like the aura he generate through that kind of discipline and dedication
amazing. അപ്പൊ എനിക്കിനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് ലൈക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രി ആസ് യു ക്യാൻ സീ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ജോണേഴ്സിലത്തെ വർക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ മലയാളം സിനിമേനെ കണ്ട് റെഫർ ചെയ്യുന്നുണ്ട്, ഇപ്പം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആൻഡ് OTT പ്ലാറ്റ്ഫോംസ് വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ഇതിൻ്റെ ക്യാമറ വർക്കും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. സോ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രി ആസ് എ ഹോൾ ബിക്കോസ് യു ആർ പാർട്ട് ഓഫ് ഇറ്റ്? ഭയങ്കര താങ്ക്ഫുൾ ആണ് ടു ബി ഇൻ ദിസ് ഇൻഡസ്ട്രി. കാരണം നമ്മുടെ ഒരു ഫോം, മലയാള സിനിമയുടെ ഒരു ഫോം വിത്ത് ലോട്ട് ഓഫ് പാരാമീറ്റേഴ്സ്. അത് ദ ലിമിറ്റഡ് റിസോഴ്സസ് വി ഹാവ്, നമ്മുടെ ജോഗ്രഫി, നമ്മുടെ ടാലൻസ്, നമ്മുടെ ഫോക്ക് ആർട്ട് റിലേറ്റഡ് എല്ലാത്തിൻ്റെയും ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടായിരിക്കുന്ന സിനിമ എന്ന് പറയുന്ന ഫോം ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇപ്പം വി ഹാവ് ദിസ് ഓപ്പർച്യൂണിറ്റി ദാറ്റ് പീപ്പിൾ ആർ നോയിങ് അബൌട്ട് ഇറ്റ്. ഇറ്റ് വാസ് ദെയർ ഫ്രം പണ്ട് മുതലേ ഉള്ള ഇതായിരുന്നു. അപ്പം അങ്ങനെ ഒരു ടൈമിൽ ഇറ്റ്സ് ലൈക്ക് റൈറ്റ് പ്ലേസ് റൈറ്റ് ടൈം എന്ന് പറയുന്ന പോലെ ഇപ്പൊ അത് നല്ലൊരു ടൈമിൽ നമ്മൾ നിൽക്കുക, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. ആ എക്സ്പോഷർ ഉള്ളൊരു ടൈമാണ് ശരിക്കും മാക്സിമം. ആസ് യു നോ ലൈക്ക് DOP എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ആക്ടേഴ്സിനൊക്കെ ബ്രേക്ക് കിട്ടും. DOP എന്ന് പറയുന്ന ആള് ഏറ്റവും കൂടുതൽ ഫുൾ ടൈം അവിടെ നിൽക്കേണ്ട ഒരാളാണ്. DOP, ഡയറക്ടർ, ദ ഹോൾ ക്രൂ, റെസ്റ്റ് ഓഫ് ദി ക്രൂ. സോ ഇങ്ങനത്തെ ഒരു ഹെക്ടിക് ആയിട്ടുള്ള ഒരു വർക്ക് ആയിട്ടാണോ ഇത് ഫീൽ ചെയ്യുന്നത്? ഓർ ബിക്കോസ് യു ലവ് ഇറ്റ് സോ മച്ച് ഡു യു എൻജോയ്? അല്ലെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടായിരുന്ന ഒരു ഷൂട്ട് ഏതായിരുന്നു? ഡിഫിക്കൽട്ടി അത് അതിന്റെ ഒരു ഫോർമാറ്റ് ആയതുകൊണ്ട് വി നോട്ട് തിങ്കിങ് ഇൻ ടച്ചപ്പ് ചെയ്യാൻ സമയത്ത് ആനന്ദ് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഒട്ടും കോൺഷ്യസ് അല്ലാത്ത ഒരാളാണ്. ബിക്കോസ് എപ്പോഴും നമ്മൾ ഔട്ട്ഡോർ ആണ്, വെയിൽ കൊള്ളും, എത്ര കോൺഷ്യസ് ആയിട്ടും കാര്യമില്ല. ബിക്കോസ് നമ്മൾ അത്രയും ഡസ്റ്റും വെയിലും ഒക്കെ കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് വർക്കിലാണ് നിൽക്കുന്നത്. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ പ്രോസസ്. സോ വി ഡോണ്ട് അങ്ങനെ കാണുന്നില്ല ആക്ച്വലി. സോ it is like that. Do you enjoy it? Yeah. At the end of the day, you enjoy it. Yeah. And how do you get time for your family? Because definitely ഒരു വർക്ക് വരുമ്പം ഒരു 100 days അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. അപ്പം ഐ നോ സ്വാതി, ഹൗ ഇസ് യുവർ പിള്ളേർ എങ്ങനെ ഇരിക്കുന്നു? Tell us about your family. രണ്ടുപേരും നന്നായിരിക്കുന്നു. ബഹളമാണ് വീട്ടില്, എല്ലാ വീട്ടിലുള്ള പോലെ. സ്വാതി is also into baking and also she is also busy with. അതെ, എനിക്കൊരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടില്ലേ? ഒരു കവർ, അതിനകത്ത് സ്വാതി ഈസ് എ ബേക്കർ. അപ്പൊ സ്വാതിയുടെ തന്നെ ഒരു ബ്രാൻഡ് ഉണ്ട്. ആ ബ്രാൻഡിനെ കുറിച്ച് പറഞ്ഞോളൂ ഞങ്ങളിവിടെ. ബ്രാൻഡ് പേര് ആം എന്നാണ്. സോ ഷീസ് ഇൻടു ഫ്രഞ്ച് പേസ്ട്രീസ്, ഫ്രഞ്ച് ഓൺട്രിമേസ്. അപ്പൊ ആർക്കെങ്കിലും ഇനി ഫ്രഞ്ച് പേസ്ട്രീസ് ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇവിടെ ഒന്ന് ടാഗ് ചെയ്യാം. പ്ലീസ് ഗോ ചെക്ക് ഔട്ട് ഹർ പേജ്. ആൻഡ് പിള്ളേർ എങ്ങനെയുണ്ട്? ഹൗ ഡു ദേ എൻജോയ്? ഹൗ ഡു യു ഗൈസ് സ്പെൻഡ് ടൈം ടുഗദർ? രണ്ടുപേരും ടോയ്സ് വെച്ച് കളിക്കുക, ബാറ്ററി ചേഞ്ച് ചെയ്യുക, ആ കാർ വർക്ക് ചെയ്യുന്നില്ല, ഇത് ശരിയാക്കി തരിക, ഇതൊക്കെ തന്നെയാണ് മെയിൻ ആക്ടിവിറ്റി. ഫൺ. എന്താ അധികം സിനിമ ചെയ്യാത്തത് കൊണ്ടാണ് തോന്നുന്നു കുറച്ച് സമയം കിട്ടാറുണ്ട് അവരുടെ. ആൻഡ് ഐ ലൈക്ക് ദാറ്റ് സ്പേസ് ഓൾസോ. And it's nice to see കുറെ questions. Aryan is also curious. Is curious. അപ്പോൾ നമ്മളും കുറെ ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് അവരുടെ കയ്യിൽ നിന്ന്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണല്ലേ ചിന്തിച്ചിട്ട്, അപ്പോൾ നമ്മളും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെയാണല്ലേ ചിന്തിച്ചിട്ടുണ്ടാവുക. ഇറ്റ്സ് വെരി നൈസ് ടൈം ടു ബി വിത്ത് അവരുടെ. So who inspired you the most? Like ഇപ്പൊ ഇൻഡസ്ട്രിയിൽ you work with so many big directors and actors. ഇതിൽ ഏറ്റവും കൂടുതൽ ലൈഫിൽ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്ത ഒരാളാരാണ്? എല്ലാ മേക്കേഴ്സിനും പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ഒരു മൂവിയിലും സ്റ്റോറി തന്നെ നമ്മൾ അതിനകത്ത് റീഡ് ചെയ്യുന്ന സമയം മുതൽ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ആ സിനിമ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും. ദ ഹോൾ ട്രാവൽ, ലൊക്കേഷൻ നോക്കാൻ പോകുമ്പം നമ്മൾ ഒരു പുതിയ സ്ഥലം കാണും. ഐ ഡോണ്ട് നോ ഹൗ ടു സം അപ്പ് ഇൻ ടു ലൈക്ക് വൺ തിങ് ഓർ വൺ പേഴ്സൺ. എല്ലാ മൂവീസും ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. Every movie? Yes, every movie. Every movieയുടെ ഹോൾ പ്രോസസ് ഫ്രം ദ റീഡിങ് ടൈം ടു അത് റിലീസ് ആവുന്നവരെ എല്ലാം. അപ്പം കിട്ടുന്ന കുറേ ന്യൂ എക്സ്പീരിയൻസ് ഉണ്ട്. കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും, കുറേ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് ഈച്ച് പ്രോജക്റ്റ്, ഈച്ച് മൂവി takes the credit. Wow. എന്തായാലും ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മുടെ ഓഡിയൻസിനോട് നമ്മൾ ആനന്ദിന്റെ വർക്ക്, ബിക്കോസ് ലൈക്ക് ഐ സെഡ് ആനന്ദിന് കുറെ ഫാൻസ് ഉണ്ട്. സോ ആനന്ദിന്റെ വർക്കിനെ കുറിച്ച് നമ്മൾ കുറച്ച് പേരോട് ചോദിച്ചു. അപ്പൊ അവരുടെ റെസ്പോൺസ് നമുക്കൊന്ന് കേൾക്കാം. Are you ready? ഭീഷ്മപർവം, വിന്റേജ് മൂഡ് അടിപൊളിയാണ്. ഞാനൊരു 2-3 പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട്. പ്രേമം കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വിഷ്വൽ ട്രീറ്റ് വേറൊരു ഭംഗിയാണ്, വേറൊരു മൂവിയിലും കാണിച്ചിട്ടില്ല. മീൻ സ്പെഷ്യൽ വിഷ്വൽ ട്രീറ്റ് ആണ്. ഞാൻ സ്ട്രൈക്ക് ചെയ്തേക്കുന്ന സംബന്ധിച്ച ഭീഷ്മപർവം തന്നെയാണ്. പുതിയ ടെക്നോളജീസ് കൂടുതൽ ആൾക്കാരെ അറിഞ്ഞു തുടങ്ങിയത് അത് കൂടെയാണ്. ഭീഷ്മപർവമാണ് എനിക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നിയത്. എൻ്റെ ആ ഫൈറ്റ് സീനും ആ വോൾട്ടേജുള്ള പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. ഫ്രെയിംസും വിഷ്വൽസ് ഒക്കെ
നമ്മളിങ്ങനെ മയക്കി കിടത്തും ആ ഒരു ഫ്രെയിംസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ആ സിനിമയിൽ ഇങ്ങനെ മയങ്ങി ഇങ്ങനെ ഉരുകി ഇങ്ങനെ പോകും. ഭീഷ്മ പർവ മൂവി ഓൾസോ ഇറ്റ്സ് വെരി മൈ ഫേവറേറ്റ് ആണ്. ഭീഷ്മ പിന്നെ മമ്മൂക്കനെ ഭയങ്കര അടിപൊളിയായിട്ടാണ് അതിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. മമ്മൂക്ക റൂമിലിരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ആ ടൈം ഉണ്ടാകുന്ന ആ റൂമിലുണ്ടാകുന്ന ലൈറ്റിങ്ങും മമ്മൂട്ടി ഇങ്ങനെ നോക്കുമ്പോഴുള്ള ആ ഒരു സീനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അതിലും ആ സിനിമാറ്റോഗ്രാഫിൻ്റെ ആ ഒരു സ്കിൽ തന്നെയാണ്. ആ ഗോഡൗണിൽ ആ സ്പാനർ വരുന്ന സീനുണ്ടല്ലോ, അത് ഭയങ്കര ഓസമായിരുന്നു. ഞങ്ങൾ കണ്ടിട്ടുള്ളത് പ്രേമം നേരമൊക്കെയാണ്. അതിൻ്റെ മേക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ്. പ്രേമം മൂവിയിൽ മലർ മിസ് അഴகாக காமிச்சிருக்காங்க. அண்ட் நேரம் மூவியில் നിവിൻ പോളി നസരിയ അവങ്ങളോടെയും നല്ല അഴകാ കാണിച്ചിരിക്കാங்க. പ്രേമത്തിലെ വിഷ്വലൈസേഷൻ ഒക്കെ ആണെങ്കിലും നല്ല വിഷ്വൽസ് ആണ്, കണ്ടിരിക്കാൻ തോന്നും. Love yourself the way you are. ഈ വീഡിയോയിൽ ഇപ്പൊ കണ്ടല്ലോ, പിള്ളേർക്കൊക്കെ ഇപ്പൊ എല്ലാം അറിയാം. ബോൾട്ട് എന്നൊക്കെ പറയാണ് ബിക്കോസ് പീപ്പിൾ നോ ദ ടെക്നിക്കാലിറ്റീസ്. ബിക്കോസ് പകുതി പേർക്കും ദേ അവെയർ, ഇപ്പൊ എല്ലാ ഫിംഗർ ടിപ്പിലും നോളജ് ഉണ്ട്. സോ ഇസ് ഇറ്റ് എ ഗുഡ് തിങ് ദാറ്റ് എല്ലാവർക്കും എല്ലാ നോളജും ഉള്ളത്? ഡെഫിനറ്റ്ലി ആണ്. ഇറ്റ്സ് എ ഗുഡ് തിങ്. ഇങ്ങനെ ഈ കമന്റും വിച്ച് മേക്സ് അസ് ഗ്രോ ആസ് മേക്കേഴ്സ്. സോ അവര് കൺസ്ട്രക്റ്റീവായിട്ട് തരുന്ന കമന്റ്സും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഓൾസോ നമ്മൾ ഫിലിം മേക്കിംഗ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് നിന്ന സമയത്ത് വി യൂസ് ടു ലുക്ക് ഓൺ ദിസ് ടെക്നിക്കാലിറ്റീസ് ഒക്കെ. ബിഗ് ബി കണ്ട് ഞാൻ കൈയടിച്ചിട്ടുണ്ട്. അന്ന് ഞാനും സിനിമയായിട്ടൊരു ബന്ധമില്ല. സോ ബിഗ് ബി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട് ഞങ്ങൾ അതിൻ്റെ ഈ പറഞ്ഞ മേക്കിങ്ങും കളറും അതൊക്കെ നമ്മൾ കണ്ട്. ഐ റിമെമ്പർ സരിതയിൽ വി വെന്റ് ഫോർ ദ ഫസ്റ്റ് ഷോ. ഭയങ്കര എക്സൈറ്റഡ് ആയത്. സോ ദാറ്റ് ഈസ് ഓൾവേസ് ഹാപ്പനിങ്. ആ മൊമെന്റിൽ നിന്നും ഫാസ്റ്റ് ഫോർവേഡ് some years, you're working with Amal Neerad, like in Bhishma, that too with Mammootka. ആ ഫസ്റ്റ് അത് അറിഞ്ഞ ആ മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ദ മിനിറ്റ് യു റിയലൈസ്ഡ് ലൈക്ക് Amal Neerad, the big B that ഞാൻ അന്ന് കണ്ട് ഇങ്ങനെ കൈയടിച്ച ആ സിനിമയിലത്തെ ഡയറക്ടർ ഇസ് കോളിംഗ് മീ ടു വർക്ക് വിത്ത് Mammootka, the same combo. സോ അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മൊമെന്റ്? ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യണം. അമലേട്ടന് ഒരിക്കലും അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലൈക്ക് പ്രേമത്തിൻ്റെ സമയത്തൊക്കെ ഈ വാസ് ദെയർ. എന്തോ യൂറോപ്പ് ട്രിപ്പ് എന്തോ ആയിരുന്നു. അപ്പം ആ സമയത്തൊക്കെ മിസ് ചെയ്തു കാണാനും പരിചയപ്പെടാനും ഒക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂവിയുടെ കാര്യം പറഞ്ഞു വി എം സപ്പോസ് ടു ഡു അനദർ ഫിലിം, വേറൊരു ഫിലിം. അതിന് വേണ്ടി അമലേട്ടൻ വിളിച്ചത്. സോ അങ്ങനെ മീറ്റ് ചെയ്ത് ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ വി ലൈക്ക് സോ താങ്ക്സ് ടു അമലേട്ടൻ ഓൾസോ മേക്ക് സമ്മൺ ലൈക്ക് അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഭയങ്കര ചില്ല് ചെയ്ത്. അപ്പോൾ അവിടുന്ന് പിന്നെ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് റിലേഷൻ. ഒരു പറഞ്ഞ പോലെ ഒരു ടീച്ചർ മെൻറ്റർ ബ്രദർ കൈൻഡ് ഓഫ് റിലേഷനാണ്. വിളിച്ചപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഐ മീൻ ടെൻഷനും ഉണ്ടായിരുന്നു. ഈശ്വര ഇത്ര വലിയ പ്രോജക്റ്റ്. But you did a brilliant job, Anand. Like I think as a friend, I felt so proud. I called you. ഞാൻ ആ സിനിമ കഴിഞ്ഞ് ആനന്ദിനെ വിളിച്ച് തന്നെ പറഞ്ഞു ഐ എം ലൈക്ക് സോ പ്രൗഡ് ബിക്കോസ് നമുക്ക് അറിയുന്ന ഒരാൾ ഇത്രയും വലിയ ഉയരങ്ങളിൽ എത്തുമ്പോൾ ഇറ്റ് മേക്സ് us so happy and bubbling with happiness for you. And I was telling you ഇതൊന്നും അല്ല ഇനി തുടങ്ങിയിട്ടുള്ളൂ യുവർ കരിയർ. Another thing I want to ask is എല്ലാവരും മലയാളികളല്ല, തമിഴ്നാട്ടിലും ഓൾ ഓവർ ഇന്ത്യ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് പ്രേമം എന്ന് പറയുന്നത്. അതിൽ മിക്കവാറും വിഷ്വൽസ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭംഗി. അതിൽ പാട്ടുകളും അതിലത്തെ ഓരോരുത്തരെയും ആനന്ദ് അതിൽ പോർട്രേ ചെയ്തിരിക്കുന്ന ബ്യൂട്ടി ഷോട്ട്സ്, അതിൽ വന്നിരിക്കുന്ന എല്ലാ ആക്ടേഴ്സും ഹിറ്റാണ്. അനുപമ ആവട്ടെ, മെഡോണ ആവട്ടെ, സായി പല്ലവി ആവട്ടെ, ഇവരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു മൊമെൻറ്റ്, ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് ഇൻ ദാറ്റ് മൂവി? ആൻഡ് ടെൽ us എങ്ങനെയാണ് ആ മാജിക് ക്രിയേറ്റ് ആയത്? അത് ചെയ്യുമ്പോൾ അറിയുമായിരുന്നു ഇത്രയും വലിയൊരു ഹിറ്റാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യണമെന്ന്? ഡിഡ് യു നോ? അൽഫോൻസ് ചേട്ടൻ യൂസ് ടു ലൈക്ക് ആ ഒരു ബിലീഫ് അൽഫോൻസ് ചേട്ടൻ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ദിസ് ഈസ് ഗോയിങ് ടു ബി ബിഗ് എന്ന് അറിയാം. സോ അപ്പം അൽഫോൻസ് ചേട്ടൻ്റെ തന്നിരിക്കുന്ന ഫെയ്ത്തും ബിലീഫും തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ പക്ഷെ ഇത്ര വലുതൊന്നും നമ്മൾ ഈ മാഗ്നാനിമിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. വി ഓൾവേസ് വാണ്ടഡ് എല്ലാ മൂവിയിൽ വർക്ക് ചെയ്യുമ്പോഴും അത് ബ്ലോക്ക് ബസ്റ്റർ ആവണം, അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണം, എല്ലാവരും കാണണം, എല്ലാവരിലേക്ക് എത്തണം എന്നൊക്കെ പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. കമ്മിങ് ടു ഈ ആർട്ടിസ്റ്റ്, ഇവരെല്ലാവരും ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാരണം ഇവരെല്ലാവരും ഭയങ്കര അടിപൊളി ആർട്ടിസ്റ്റാണ്. സോ ഐ ഡിഡ്ന്റ് ഹാവ് മച്ച് ടു ഡു. റെക്കോർഡ് ബട്ടൺ ഞെക്കാന്ന് പറയുന്ന പരിപാടി മാത്രം ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഷോട്ട് ആണെങ്കിൽ പോലും അതിലത്തെ ആ ഫ്രെയിം
I think the way you frame it, I think it's in your blood to frame things beautifully and show it. Because നമ്മളൊരു സിനിമ കാണുന്നത് ആനന്ദിന്റെ പെർസ്പെക്റ്റീവ് എന്നാണ്. ഇപ്പം പല കാഴ്ചപ്പാടുകൾ ഉണ്ടാവും ലോകത്ത്. I think as a DOP, we love your കാഴ്ചപ്പാട്. അങ്ങനെ നമുക്ക് പോവാം. So അടുത്തതായിട്ടൊരു റാപ്പിഡ് ഫയർ റൗണ്ട് ആണ്. We have with us Anand C. Chandran. You're watching Oxygen Presents Pearly Mani Show. സ്വാതി ട്രെയിനിങ് കൊടുത്ത് വിട്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, ഇൻട്രോ ഉണ്ടാവും, മേക്കപ്പ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാതി, താങ്ക് യു ഫോർ ദ പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് റാപ്പിഡ് ഫയറിലേക്ക് പോവാം. വാട്ട്സ് യുവർ ഫേവറേറ്റ് ക്യാമറ ടു വർക്ക് വിത്ത്? Red. What's the most challenging shot you have ever captured? ഇത്രയും നാള്, 11 years. I think we should switch seats. സംസാരിക്കാൻ പഠിച്ചിരിക്കുന്നു കുട്ടി. പറ, ഏറ്റവും ചാലഞ്ചിങ് ഷോട്ട് എല്ലാ ഷോട്ടോ? അല്ല, ആണ് ടെക്നിക്കലി ആണല്ലോ. കോളാക്കുന്നു ഇങ്ങനെയാണെങ്കിൽ. അടുത്ത, വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫിലിം ഓഫ് ഓൾ ടൈം? ചിൽഡ്രൻ ഓഫ് ഹെവൻ. Children of Heaven. ഞാൻ 7th സ്റ്റാൻഡേർഡിൽ ആദ്യമായിട്ട് കണ്ട ഫോറിൻ ഫിലിം. What is the best advice you have ever received about cinematography? I think അൽഫോൻസേട്ടൻ ഫ്രം ആ സമയത്ത് തന്നെ ഒരു സ്റ്റോറി ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് യു എ സ്റ്റോറി ടെല്ലർ മോർ ദാൻ ദ വിഷ്വൽ ബ്യൂട്ടി ഓഫ് ഇറ്റ്. യു ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ദ സ്റ്റോറി. അതിലേക്ക് എങ്ങനെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടാണ് സിനിമാറ്റോഗ്രഫി ഉപയോഗിക്കേണ്ടതെന്ന് ഒരു തോട്ട് അൽഫോൻസേട്ടൻ വെരി ഏർലി. As a cinematographer, this is the best aspect of your job എന്ന് തോന്നിയ സംഭവം? ട്രാവൽ. പ്രൊഡക്ഷൻ ഫുഡ്. ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് വേറെ കുറെ ഫുഡ് കഴിക്കാമല്ലോ. അതെ, ഇറ്റ്സ് ഓൾ കണക്റ്റഡ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് മിസ്കൺസെപ്ഷൻ അബൌട്ട് സിനിമാറ്റോഗ്രഫി? എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടോ അത് ഈസി ആണെന്നോ? എന്തെങ്കിലുമൊക്കെ ഒരു മിസ്കൺസെപ്ഷൻ എവിടെയെങ്കിലും കേട്ടിട്ട്? ഇല്ല, അങ്ങനെ മിസ്കൺസെപ്ഷൻ ഇല്ല. ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഒരു മിസ്കൺസെപ്ഷൻ പറയും. ഞാൻ ഭയങ്കര സിമ്പിളാ, ക്യാമറ വെച്ച് അവിടെ ഇരുന്നാ പോരെ. അത് ശരിയല്ല, ആക്ച്വലി ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ പണി എടുക്കണ്ടേ? എടാ, എന്നെ ഒന്ന് ആക്കി തരും പ്ലീസ്. ഓക്കെ, അടുത്തത്. വാട്ട് ഇസ് ദ മോസ്റ്റ്, എന്നെ ആക്കുന്നതാണോ എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വാളിറ്റി ഫോർ എ സിനിമാറ്റോഗ്രാഫർ? പേഷ്യൻസ്. ഞാൻ പറയാൻ വരുന്നത് പേഷ്യൻസ് ആണോ എന്ന്. കുറെ വെയിറ്റ് ചെയ്യേണ്ടി വരും, ടൈം എടുക്കും അല്ലേ? ടൈം എടുക്കുന്നതിന് മാത്രമല്ല, അല്ല മൊത്തത്തിൽ പേഷ്യൻസ് വേണം. ബിക്കോസ് യു ഹാവ് എ ഹോൾ ടീം. നോ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ലൈക്ക് അങ്ങനത്തെ ഫാക്ടേഴ്സ് ഓൾസോ. ചിലപ്പോൾ നമ്മൾ ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലൈറ്റ് വന്നിട്ട് പെട്ടെന്ന് പോകേണ്ടി വരും, പിന്നെയും വെയിറ്റ് ചെയ്യേണ്ടി വരും. വിച്ച് ഈസ് നോട്ട് ഇൻ കൺട്രോൾ. ഒരു രീതിയിൽ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. സോ ദാറ്റ് മീൻസ് അങ്ങനത്തെ പേഷ്യൻസ്. ആ പേഷ്യൻസ് ആണ് ഏറ്റവും വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വാളിറ്റി. വെരി ഗുഡ്. Whom do you see as your mentor? All my directors and all my school friends. ഇപ്പോഴും ഞങ്ങളുടെ ഒരു ഗ്യാങ് ഒക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഫാമിലി, വൈഫ്, എല്ലാവരും അങ്ങനെ. I think all of them. My close circle. That's a beautiful thing. Which is the first camera you bought? That's a Nikon DSLR. Nikon D60 എന്ന് പറയുന്ന മോഡൽ. അത് സ്വന്തം പൈസയിലാണോ അതോ അച്ഛൻ്റെ? അച്ഛൻ വാങ്ങിച്ചോ. And do you still have it with you? ഉണ്ടോ, കയ്യിലുണ്ടോ? സോ ക്യൂട്ട് നാ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈഡി, ഒരു സൂപ്പർ റാപ്പിഡ് ഫയർ ആയിരുന്നു. ഐ ഹോപ്പ് ഇറ്റ് വാസ് ഇൻഫോർമേറ്റീവ്. ബിക്കോസ് ആനന്ദിന്റെ ഇന്റർവ്യൂ കാണുന്നവര് പലരും ആസ്പയറിംഗ് DOPs ആയിരിക്കാം, ഡയറക്ടേഴ്സ് ആയിരിക്കാം, മൂവി ഇഷ്ടപ്പെടുന്ന പൊതുവെ people who love to watch and appreciate the making of a film. അങ്ങനത്തെ ആൾക്കാർക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എനിക്ക് വേറൊരു ചെറിയൊരു സെഗ്മെന്റും കൂടി ഉണ്ടടാ. അടുത്തതൊരു ഗെയിം സെഗ്മെന്റ് ആണ്, നെവർ ഹാവ് ഐ എവർ. ദിസ് ഇസ് ഓക്സിജൻ പ്രസൻസ് പേർലി മണി ഷോ. നെവർ ഹാവ് ഐ എവർ, അതായത് ഐ ഹാവ് ഉണ്ട്, ഐ ഹാവ് നോട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, യെസ് ഓർ നോ മാത്രം. ഓക്കെ, ഷോട്ട് എ സീൻ ഓൺ എ ലൊക്കേഷൻ ആൻഡ് വിഷ്ഡ് I had a bigger crew. Have you wished? I have. അങ്ങനെ വലിയ ക്രൂ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഒരു ഷോട്ട് കണ്ടിട്ട്. ഏതായിരുന്നു ആ ഷോട്ട്? പറയില്ല. Forgotten an important piece of equipment on set. എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സാധനം അവിടെ ഇരിപ്പുണ്ടാവും കേട്ടോ. അടുത്തത്, ഷോട്ട് എ സീൻ വിത്തൗട്ട് ഹാവിങ് എ ക്ലിയർ ഐഡിയ ഓഫ് ഹൗ ഇറ്റ് ഷുഡ് ലുക്ക്. അപ്പൊ നമ്മളൊക്കെ ഒരേ ആൾക്കാരുണ്ട്. എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ, എല്ലാ ഫീൽഡും ഇങ്ങനെയാണ്. ഇപ്പൊ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇവിടെ എന്താ നടക്കണമെന്ന്, എന്നിട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കില്ല. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. റൂയിൻ ദ ഷോട്ട് ഡ്യൂ ടു ക്യാമറ ഷേക്ക് ഓർ ഫോക്കസ് ഇഷ്യൂസ്?
ഇഷ്ടം പോലെ. എന്തിനും ഇങ്ങനെയൊക്കെ ചോദിക്കണു പേളിന്ന് എന്നോട് ചോദിക്കും. വർക്ക് വിത്ത് എ ഡയറക്ടർ ഹു ഹാഡ് നോ ഐഡിയ വാട്ട് ദേ വാണ്ടഡ്. നോ, അത് എനിക്കും തോന്നി. പക്ഷെ ഫ്യൂച്ചറിൽ ഉണ്ടാവാണ്ടിരിക്കട്ടെ. റൺ ഔട്ട് ഓഫ് ബാറ്ററി ഓർ മെമ്മറി കാർഡ് സ്പേസ് അറ്റ് എ ക്രിട്ടിക്കൽ മൊമെന്റ്. അയ്യോ, സോ ഇമാജിൻ ബാറ്ററി അല്ലെങ്കിൽ ക്യാമറ സ്പേസ് ഒക്കെ തീർന്നു പോവാ, എന്ത് ചെയ്യും? വാട്ട് യു ഡു? അല്ല, എന്തെങ്കിലുമൊക്കെ സോർട്ട് ചെയ്യും, അത് മാനേജ് ചെയ്യും നമ്മള്, അങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടും. Yes. Had to deal with the continuity error that could not be fixed in post production. അത് നിങ്ങളുടെ ഇഷ്യൂ അല്ല എങ്കിലും കണ്ടിന്യൂറ്റി ഇഷ്യൂ ഒക്കെ കുറെ വന്നിട്ടുണ്ടോ? ഉണ്ടാവും. പക്ഷെ അത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ പോലും ഫിക്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ സിനിമയിൽ കാണുമ്പോൾ ഹൗ ഡു യു ഫീൽ? നമ്മളത് ഇങ്ങനെ കണ്ടില്ല എന്ന് വിചാരിച്ചു. നമ്മൾ ആരും കണ്ടില്ല. Anyway, thank you so much. That was a very nice never have I ever. Thank you. I think ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത് അല്ലേ? ഇതൊക്കെ നല്ല രസമല്ലേ? ഇത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തോ? നല്ല രസമുണ്ട്. സ്വാതിക്ക് കൊടുത്തോട്ടോ. ഐ എം സോ ഹാപ്പി. ഭയങ്കര ഇവന്റ്ഫുൾ ഇന്റർവ്യൂ. സോ താങ്ക് യു സോ മച്ച് ആനന്ദ്. ഒരു രണ്ട് സെഗ്മെന്റ് ഞാൻ സൂപ്പർ ആയിട്ട് എനിക്ക് തോന്നുന്നു യു ഡിഡ് എ ബ്രില്യൻ ജോബ്. ഞാൻ ആക്ച്വലി വിചാരിച്ചു ആനന്ദിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തത്. ഐ തോട്ട് മേ ബി യു വോണ്ട് പ്ലേ, ബട്ട് യു ആക്ച്വലി പ്ലേഡ് സോ വെൽ. ഒരു അച്ഛൻ്റെ ഒരു ഗുണം കണ്ടു. 2 കുഞ്ഞുങ്ങളുടെ കൂടെ എപ്പോഴും നമ്മൾ ഗെയിം ഒക്കെ കളിച്ച് നൗ യു ആർ എ കിഡ് മാൻ. അപ്പൊ ഇത്രയും നല്ലൊരു ഗെയിം കളിച്ചുകൊണ്ട് വി ഹാവ് എ സ്മോൾ ഗിഫ്റ്റ് ഹാമ്പർ ഫോർ യു. ഓക്സിജൻ പ്രസൻസ് പേർലി മാണി ഷോയിലെ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ആയ ആനന്ദ് സി ചന്ദ്രന് ഒരു ഗിഫ്റ്റ് ഹാമ്പർ. കണ്ടില്ലേ എന്റെ ലോഗോ? അടിപൊളി. പേർലി മാണി ഷോ ഇവിടെ വെച്ചോളൂ. ഇവിടെ വെച്ചു. ഇത് ആക്ച്വലി നമ്മളൊരു സ്പെഷ്യലൈസ്ഡ് ഹാമ്പർ ആണ്. ഇതിലിങ്ങനെ നമ്മൾ കുക്കീസ് ഉണ്ട്. ഇതെന്താന്ന് എനിക്കറിയില്ല, ഒന്ന് കുടിച്ചു നോക്കിയാലേ മനസ്സിലാവും. പല ഷോയിലും ഇതുപോലെ സാധനം കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും തരുമായിരിക്കും. താങ്ക് യു. കിട്ടിയില്ലേ? ഇത് പെർഫ്യൂം ഒക്കെ ആട്ടാ. പിന്നെ മെഴുകുതിരി, എന്തെങ്കിലും ലൈറ്റിങ്ങിന് കുറവുണ്ടെങ്കിൽ അതും പെർഫ്യൂംഡ് ക്യാൻഡിലാ. പിന്നെ തേൻ. വെരി യൂസ്ഫുൾ. ഞാൻ എല്ലാ ദിവസവും രാവിലെ കഴിക്കാറുണ്ട്. അപ്പോൾ റിയലി? ഓ കണ്ടോ, ഞാൻ അറിഞ്ഞു കൊടുത്ത സാധനങ്ങളാ. പിന്നെ കോഫി പൗഡർ, പിന്നെ ഒരു മഗ് ഉണ്ടടാ, നല്ലൊരു. ഇതൊക്കെ ഞാൻ തന്നെ എടുക്കുന്നത് എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കൊരു ആവേശം. എന്തൊക്കെയോ ഉണ്ടടാ, സോ മെനി തിങ്സ്. ഇത് ഷവർ ജെല്ലാട്ടോ. ഇതെന്തിനാന്ന് പറയാം, ഇങ്ങനത്തെ ഒരു ഷവർ ജെൽ എന്തിനാന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് കുറെ ട്രാവൽ ചെയ്യുന്ന ആളല്ലേ, ഇപ്പൊ വലിയ ചക്ക പോലത്തെ സാധനം യു മേ നോട്ട് ബി, ഇതാകുമ്പോ ഇങ്ങനെ ഇടാം. പിന്നെ കുറച്ച് പൂവൊക്കെ ഉണ്ട്. ഇതെടുത്ത് കളയുന്ന എനിക്കറിയാം, പക്ഷെ എങ്കിലും ഇത് കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ്സ്, കുക്കീസ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ യു ലൈക്ഡ് ഇറ്റ്. സോ ഇനി എനിക്ക് പറയാനുള്ളത് 2 ക്വസ്റ്റ്യൻ ആണ് വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈമിൽ. വാട്ട് ഈസ് യുവർ അപ്കമിങ് പ്രോജക്ട്? So one with Tamil Neerath, next project. വേറെ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാറായിട്ടില്ല. ഇല്ല, അതിനാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ സിനിമയുടെ പേര് ഒഴിച്ച് ബാക്കിയെല്ലാം പറഞ്ഞു. ഒന്നും പറയാറായില്ല. ഇതാണ് എവിടെയാണ് ഷൂട്ടിംഗ്? ഷൂട്ട് തുടങ്ങിയിട്ടില്ല. കാസ്റ്റിംഗ് കഴിഞ്ഞോ? ഇല്ല. അപ്പൊ എന്നെ നിങ്ങൾ കാണുന്നുള്ള അമലേറ്റ പ്ലീസ്. സോ അടുത്ത പ്രോജക്റ്റിനെ കുറിച്ച് ഒന്നും പറയാറായിട്ടില്ല, പക്ഷെ അമലേറ്റനാണ് ആ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. Another thing is there are a lot of aspiring DOPs who want to be cinematographers. ഇവിടെ തന്നെ അങ്ങനെ കുറേ പേര് ഇരിപ്പുണ്ട്. അവരോട് എന്താണ് അഡ്വൈസ് കൊടുക്കുക? ഒന്നുമില്ല, വാച്ച് ലോട്ട് ഓഫ് മൂവീസ്. ഞാൻ അങ്ങനെ ലേൺ ചെയ്തിരിക്കുന്നത്. അപ്പം കീപ് ഓൺ വാച്ചിങ് ലോട്ട് ഓഫ് മൂവീസ്. വാട്ട് കൈൻഡ് ഓഫ് മൂവീസ്? ഇംഗ്ലീഷ്, മലയാളം, എവറിത്തിങ്. ഇപ്പം ലോട്ട് ഓഫ് പ്ലാറ്റ്ഫോംസ് ആർ ഓപ്പൺ, കുറച്ചും കൂടെ ആക്സസിബിൾ ആണ്. പണ്ടൊക്കെ നമുക്ക് ഫോറിൻ ഫിലിംസ് കാണണമെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ ഇപ്പം നെറ്റ്ഫ്ലിക്സ് ആൻഡ് ഓൾ ഇസ് ലൈക്ക് ഗിവിങ് യു എല്ലാ ഓപ്ഷൻസും. ആനന്ദ്, ആർ യു പ്ലാനിങ് ടു സ്റ്റാർട്ട് ലൈക്ക് മാസ്റ്റർ ക്ലാസ്സസ് ഫോർ aspiring DOPs? Because അങ്ങനെ വല്ല ചെയ്ത ആൾക്കാർ ജോയിൻ ചെയ്യും. ഇല്ല ഞാൻ ഓർഗനൈസ് ചെയ്യട്ടെ? ഇല്ല, അതിന് മാത്രം വിവരമൊന്നും ആയിട്ടില്ല. അങ്ങനെ തോന്നാണ്. വെരി സ്മോൾ. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതെ. If somebody wants to assist you, what is the first step they have to do? They can mail me. Okay. At
at anandchandran@gmail.com. ആനന്ദ് ചന്ദ്രൻ സി ഇല്ല, ആനന്ദ് ചന്ദ്രൻ @gmail.com. എനിക്കിത് നന്ദി പറയണം കേട്ടോ. ഇൻബോക്സ് ഒക്കെ ഞാൻ ഇപ്പം നിറച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ആൾക്കാർ കുറച്ച് എക്സ്ട്രാ വരുന്നത് ഇങ്ങോട്ടേക്ക് ഇട്ടത്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ആൻഡ് ഹൗ ഡു യു സ്റ്റേ ഹാപ്പി ലൈക്ക് ദിസ്? യു ആർ സച്ച് എ ഹാപ്പി പോസിറ്റീവ് പേഴ്സൺ. സോ വാട്ട് ഈസ് യുവർ മന്ത്ര ഇൻ ലൈഫ്? കണ്ടുപിടിച്ചിട്ട് അടുത്ത പ്രാവശ്യം പറയാം. Anyway, thank you so much. Just stay this way. Yeah. All the very best. ഇനി വരുന്ന എല്ലാ സിനിമയും തൊട്ടതെല്ലാം പൊന്നാവട്ടെ and all the best. Thank you so much. Thank you so Thank much. you, guys. Bye. This video is powered by Oxygen, the digital expert. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe. Just believe. Ba 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 ba. Holy money show. Oh, oh. Believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Holy money show.